തിരുവനന്തപുരം നെടുമങ്ങാട് വാളിക്കോട് ജംഗ്ഷന് സമീപത്തായിട്ടാണ് 10 സെന്റിൽ ഏകദേശം 2380 സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ ഒരു വീട് വിൽപ്പനയ്ക്കുള്ളത്. 2 വർഷത്തിനകത്ത് പഴക്കമുള്ളൊരു വീടാണ്. നേരിട്ട് ഉടമയായിട്ടുള്ള ഡീലാണ്. വീഡിയോ പൂർണ്ണമായിട്ടും കണ്ടിട്ട് നേരിട്ട് ഇതിൻ്റെ ഉടമയായിട്ട് തന്നെ കാര്യങ്ങൾ ഡീൽ ചെയ്യാവുന്നതാണ്. പ്രോപ്പർട്ടി കൃത്യമായിട്ട് എവിടെയാണെന്ന് പറഞ്ഞുതരാം. നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കുള്ള ആക്സസ് വരുന്നത് വാളിക്കോട് ജംഗ്ഷനിൽ നിന്ന് നെടുമങ്ങാട് റൂട്ടിലേക്ക് വരുമ്പോഴത്തേക്ക് ഒരു പാലമുണ്ട്. വാളിക്കോട് ജംഗ്ഷന് തൊട്ടടുത്തായിട്ട് തന്നെ ഒരു പാലമുണ്ട്. പാലം ക്രോസ് ചെയ്ത ഉടനെ തന്നെ ലെഫ്റ്റിലേക്ക് കാണുന്ന റോഡ്, ആ റോഡ് കുറച്ച് ദൂരം വരുമ്പോൾ തോട്ടുമുക്ക് എന്ന് പറഞ്ഞൊരു ജംഗ്ഷൻ വരും. അവിടെ ഒരു SJ ഓഡിറ്റോറിയം എന്നൊക്കെ പറഞ്ഞൊരു ഓഡിറ്റോറിയം ഇടതുവശത്തായിട്ട് കാണാൻ സാധിക്കും. ആ ജംഗ്ഷനിൽ നിന്ന് വലത്തോട്ട് കാണുന്ന റോഡ് കുറച്ച് ദൂരം ഒരു 50-60 മീറ്റർ വരുമ്പം തന്നെ വലതുവശത്തായിട്ട് നമ്മുടെ ഈ വീട് കാണാൻ സാധിക്കും. ഇവിടെ താഴെ നമുക്ക് കാർ പാർക്കിംഗ് സൗകര്യം ഈ രീതിയിൽ ഒരുക്കിയിട്ടുണ്ട്. റോഡിൽ നിന്ന് നമുക്ക് വണ്ടി ഇവിടെ കയറ്റി പാർക്ക് ചെയ്യാവുന്ന രീതിയിൽ കവേർഡ് ആയിട്ടുള്ളൊരു കാർ പാർക്കിംഗ് സ്പേസ് ഉണ്ട്. അതിനുശേഷം ഇവിടെ നിന്ന് ഇങ്ങനെ സ്റ്റെപ്പ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മുടെ വീട് നല്ല ഉയരത്തിലാണ് ഇപ്പോൾ ഉള്ളത് കേട്ടോ. ഇവിടെ നമുക്കൊരു കാറും 2-3 ബൈക്കുകൾ വെക്കാവുന്ന രീതിയിൽ നല്ല രീതിയിൽ സ്പേസ് മുൻവശത്ത് നമ്മുടെ കാർ പാർക്കിങ്ങിൽ കിട്ടും. ഈ സ്റ്റെപ്സിന് ഇരുവശത്തായിട്ട് ഇതുപോലുള്ള ഗാർഡനിങ് വർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ മേളിൽ കയറുമ്പോഴത്തേക്കും നമ്മുടെ ശരിക്കും കാർ പാർക്കിങ്ങിൻ്റെ മേളിൽ ഇങ്ങനെ വാർത്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഈ സ്പേസ് നമ്മുടെ മുറ്റം പോലെ തന്നെ കിട്ടും കേട്ടോ. ഇവിടെയൊക്കെ ഇങ്ങനെ ചെടിയൊക്കെ വെച്ച് നമുക്ക് നീറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒത്തിരിയധികം സ്പേസ് നമുക്ക് മുറ്റം ഉള്ളതായിട്ട് തന്നെ ഫീൽ ചെയ്യും. വീട് ഉയരത്തിലാണെന്നുണ്ടെങ്കിലും ഈ സ്പേസ് എല്ലാം നമ്മുടെ മുറ്റമാവും. ഈ ഭാഗത്ത് നോക്കി ഇവിടെ എല്ലാം തന്നെ ഇതുപോലെ നീറ്റായിട്ടുള്ള ഗാർഡനിങ് വർക്കൊക്കെ ചെയ്ത് അടിപൊളിയാക്കിയിട്ടുണ്ട്. ചുറ്റും നമുക്കിതുപോലെ ഇൻ്റർലോക്ക് ചെയ്ത് മുറ്റം ഒരുക്കിയിട്ടുണ്ട്. ഇനി നമ്മുടെ വീടിനുള്ളിലേക്കുള്ള ദൃശ്യങ്ങൾ കാണാം. ഈ ഒരു വരാന്ത സ്പേസിൽ നിന്നാണ് ഉള്ളിലേക്ക് പോകുന്നത്. ഇവിടെ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ്. മുൻവശത്തുള്ള വാതിൽ, കട്ടള ഇതൊക്കെ ചെയ്തിട്ടുള്ളത് തേക്കന്തടിയിലാണ്. നമ്മൾ കയറി വരുന്നത് നമ്മുടെ ലിവിങ് സ്പേസിലേക്കാണ്. മനോഹരമായിട്ടുള്ള ഇൻറ്റീരിയർ വർക്കുകൾ ചെയ്തിട്ടുണ്ട്. കയറി വരുമ്പോൾ തന്നെ നല്ല ലക്ഷറി ഫീൽ തരുന്ന രീതിയിലാണ് വർക്കെല്ലാം തന്നെ ചെയ്തിട്ടുള്ളത്. ഈ ഭാഗത്തായിട്ട് നമ്മുടെ TV യൂണിറ്റ് സെറ്റ് ചെയ്യാം. അതിനുള്ള ഇൻറ്റീരിയർ വർക്കുകൾ ചെയ്തിരിക്കുന്നതായിട്ട് കാണാം. ഇതാണ് നമ്മുടെ ഡൈനിങ് സ്പേസ്. സ്റ്റെയറിൻ്റെ അടിയിൽ ഇതുപോലെ നീറ്റാക്കിയിട്ടുണ്ട്. കിച്ചൺ വരുന്നത് ഒരു ഓപ്പൺ കൗണ്ടർ കിച്ചണാണ്. ഇപ്പോൾ ഇതിനകത്ത് ആൾ താമസമുണ്ട് കേട്ടോ. അതാണ് ഇപ്പോൾ സാധനങ്ങളൊക്കെ ഇവിടെ പല സ്ഥലങ്ങളിലായിട്ട് ഇപ്പോൾ ഉള്ളത്. ഈ രീതിയിലാണ് നമ്മുടെ കിച്ചൺ വരുന്നത്. കിച്ചൺ ഫുള്ളായിട്ട് മോഡുലാർ കിച്ചൻ്റെ വർക്ക് ചെയ്ത് ഒത്തിരിയധികം സ്റ്റോറേജ് സ്പേസ് കൊടുത്തിരിക്കുന്നതായിട്ട് കാണാം. ഇവിടെ നിന്ന് നമ്മുടെ ബാക്ക് യാർഡിലേക്ക് ഇറങ്ങാനുള്ള പ്രൊവിഷനുണ്ട്. കിണർ ഈ ഭാഗത്തായിട്ട് വരും. ഈ ശരിക്കും നമ്മുടെ സ്പേസ് വന്നിട്ട് ടോട്ടലായിട്ട് 10 സെൻറ്റ് ഉള്ളതുകൊണ്ട് തന്നെ ഇതിന് മേളിലോട്ട് നമുക്ക് വീണ്ടും സ്പേസ് കിടപ്പുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള 4 ബെഡ്റൂംസാണ് നമുക്ക് ഈ വീട്ടിന് വരുന്നത്. ഈ കാണുന്നതാണ് ആദ്യത്തെ ബെഡ്റൂം. എല്ലാ റൂമിലും കട്ടിലെല്ലാം ഓൾറെഡി ചെയ്തിട്ടുണ്ട്. സീലിങ്ങിലെല്ലാം തന്നെ ഇൻറ്റീരിയർ വർക്ക് ചെയ്തിരിക്കുന്നതായിട്ട് കാണാം. കബോർഡ്സ് ചെയ്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. ബാത്റൂമെല്ലാം നല്ല പ്രീമിയം മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ നമുക്ക് 2 ബെഡ്റൂംസ് വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂം. ഇതിലായാലും ഇതുപോലെ കട്ടിലെല്ലാം ഓൾറെഡി അവൈലബിൾ ആണ്. ഈ ഭാഗത്തായിട്ടൊരു ഡ്രസ്സിങ് ടേബിളും അതിനോട് ചേർന്ന് തന്നെ ചെറിയൊരു സ്റ്റോറേജും കാണാം. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. നമുക്ക് ഈ 2 ബാത്റൂമിലും വെറ്റ് ഏരിയയും ഡ്രൈ ഏരിയയും തമ്മിൽ ഇതുപോലെ ഒരു ഗ്ലാസ് പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഫ്ലോറിലേക്ക് നമ്മളിങ്ങനെ സ്റ്റെയർ കയറി വരുമ്പോൾ ഇവിടെ നല്ല വലിയൊരു കോമൺ ഏരിയ തന്നെ കാണാൻ സാധിക്കും. ഇവിടെയും നമുക്ക് 2 ബെഡ്റൂംസ് ഉണ്ട് കേട്ടോ. ഇതാണ് ആദ്യത്തെ ബെഡ്റൂം. നമ്മുടെ താഴത്തെ റൂമുകളിലുള്ളതുപോലെ തന്നെ കട്ടിലെല്ലാം ഓൾറെഡി ചെയ്തെടുത്തിട്ടുണ്ട്. മേളിൽ സീലിങ്ങിലായാലും നമുക്ക് വർക്ക് ചെയ്തിരിക്കുന്നതായിട്ട് കാണാം. AC ഒക്കെ ഇൻസ്റ്റാൾഡ് ആണ്. ഈ കാണുന്ന പോലെ കബോർഡ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം സ്ലൈഡിങ് ഡോസ് ആണ്. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. നമുക്ക് ഈ വീട്ടിൽ തന്നെ അത്യാവശ്യം വലിപ്പമുള്ളൊരു ബാത്റൂമാണ് ഈ കാണുന്നത്. ഇതൊക്കെ വരുന്ന ജാഗ്വാറിൻ്റെ ക്ലോസറ്റാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ പർഗോളാസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ല കുളിക്കുന്ന സമയത്ത് നല്ല നാച്ചുറലായിട്ടുള്ള വെട്ടം അകത്തേക്ക് വരും. പക്ഷേ അത് ഗ്ലാസ് വന്നിട്ട് വെട്ടം മാത്രമേ കടത്തി വിടത്തുള്ളൂ കേട്ടോ. അതുവരെ നമുക്ക് കാണാൻ പറ്റത്തില്ല. അതുകൊണ്ട് പ്രൈവസിയും വേറെ വിഷയമൊന്നും വരുന്നില്ല. നമ്മുടെ ഈ ഒരു കോമൺ ഏരിയയിലാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് TV യൂണിറ്റ് പ്ലേസ് ചെയ്യാം. അതിനുള്ള പ്രൊവിഷൻസ് എല്ലാം ചെയ്തിട്ടുണ്ട്. താഴത്തെ നിലയിൽ കണ്ടതുപോലെ തന്നെ അതേ ലേഔട്ടിലുള്ള അടുത്തൊരു ബെഡ്റൂമാണ്. ഇവിടെയും കട്ടിലെല്ലാം ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ്. സീലിങ്ങിലെല്ലാം തന്നെ വർക്കുകൾ ചെയ്തിട്ടുണ്ട്. ഈ ഭാഗത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡ്രസ്സിങ് ഏരിയ കാണാം. അവിടെ ഒരു മിററും ഡ്രസ്സിങ് ടേബിളും എല്ലാം സജ്ജീകരിച്ചിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. ഈ റൂമിലാണെന്നുണ്ടെങ്കിലും നമ്മൾ അവിടെ കണ്ടതുപോലെ തന്നെ ആ ഒരു പർഗോളാസ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ പിൻവശത്തേക്ക് വരുന്ന ഒരു ഓപ്പൺ ടെറസാണ്. ഇവിടെ നമുക്ക് പുറത്ത് ആർക്കെങ്കിലും മെയ്ഡിനൊക്കെ യൂസ് ചെയ്യാവുന്ന രീതിയിൽ ഒരു ടോയ്ലറ്റ് സൗകര്യം പുറത്തും നമുക്ക് ഈ ഒരു ഓപ്പൺ ടെറസിൻ്റെ അവിടെ നിന്ന് എൻട്രൻസ് വരുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ടാണ് നമ്മുടെ വാഷിംഗ് മെഷീൻ എല്ലാം പ്ലേസ് ചെയ്യാനുള്ള പ്രൊവിഷൻ ചെയ്തിട്ടുള്ളത്. ഇവിടെ നിന്ന് ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു പോർഷനിലേക്ക്, അതായത് ഇവിടെ നമുക്ക് കുറേയധികം ചെടിയൊക്കെ വെക്കാനുള്ള ഒരു സ്പേസ് കിട്ടുന്നുണ്ട് കേട്ടോ.
ഏകദേശം ഒരു 2 സെൻറ്റോളം സ്ഥലം ഇവിടെ കിടപ്പുണ്ട്. ഇവിടെ നിന്ന് നമ്മുടെ ടെറസിലേക്കും എൻട്രൻസ് വരുന്നുണ്ട്. ഇത് നമ്മുടെ മുൻവശത്തേക്കുള്ള ബാൽക്കണി സ്പേസ് ആണ്. ബാൽക്കണിയിൽ നിന്നുള്ള വ്യൂ ഈ രീതിയിലാണ് വരുന്നത് കേട്ടോ. ശരിക്കും നല്ല പീസ്ഫുൾ ആയിട്ടുള്ളൊരു അന്തരീക്ഷമാണ്. ശരിക്കും നെടുമങ്ങാട് ടൗണിന് വളരെയേറെ ചേർന്ന് കിടക്കുന്ന ഒരു ലൊക്കേഷൻ. ടൗൺ ബേസ് ചെയ്തൊക്കെ നിങ്ങളൊരു പ്രോപ്പർട്ടി നോക്കുകയാണെന്നുണ്ടെങ്കിൽ വാങ്ങാൻ പറ്റിയ ഒരു ലൊക്കേഷനാണ്. ഈ പ്രോപ്പർട്ടി ഉദ്ദേശിക്കുന്ന വില 10 സെൻറ്റിൽ 2380 സ്ക്വയർ ഫീറ്റ് വരുന്ന വീടാണ്. ഉദ്ദേശിക്കുന്ന വില 1.5 കോടി രൂപയാണ്. 1.5 CR ആണ് ഉദ്ദേശിക്കുന്ന വില. താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയായിട്ട് തന്നെ ഡീൽ ചെയ്യാം. ഇതിൽ കൊടുത്തിരിക്കുന്ന വന്നിട്ടൊരു വാട്സാപ്പ് നമ്പറാണ്, US നമ്പർ. അപ്പോൾ അതാണെങ്കിൽ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുക. ഇവിടുത്തെ ഒരു ലോക്കൽ കോൺടാക്ട് ഞാൻ ഈ നമ്പർ വീഡിയോയിലേക്ക് കൊടുക്കുന്നുണ്ട്. നേരിട്ട് അതേമായിട്ട് തന്നെ കാര്യങ്ങൾ ഡീൽ ചെയ്യാവുന്നതാണ്.